ഹലോ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് എല്ലാവർക്കും ഇന്നത്തെ എൻ്റെ ഈ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ഈ പ്രാവശ്യം പറയാൻ ഉദ്ദേശിക്കുന്നത് കാനഡയിലേക്ക് യാത്ര ചെയ്ത കാര്യങ്ങളാണ്. ഞാൻ ആക്ച്വലി ഒരു യൂട്യൂബിന് വേണ്ടി ഒരു ഭാവിയിൽ ഒരു വീഡിയോ ചെയ്യേണ്ടി വരുമോ ഒന്നും എനിക്കറിയില്ലായിരുന്നു. അതുകൊണ്ട് എനിക്ക് അതിൻ്റെ ടെക്നിക്കൽ വശങ്ങളും അറിയില്ലായിരുന്നു. ശരിക്കും പറഞ്ഞാൽ ഇപ്പോഴൊക്കെയാണ് ഏകദേശമൊക്കെ ഞാൻ എന്തെങ്കിലുമൊക്കെ എനിക്ക് ചെയ്യാൻ പറ്റുന്നത്. അതിനെക്കുറിച്ച് അറിയുന്നതൊക്കെ കുറച്ചെങ്കിലും അറിയുന്നത് ഇപ്പോഴാണ്. 22 കാലഘട്ടങ്ങളിലൊക്കെ എനിക്ക് ഇതിനെക്കുറിച്ച് ഒരു പിടിപാടും ഉണ്ടായിരുന്നില്ല. ഞാനൊന്ന് ഇവിടെ നിന്ന് യാത്ര ചെയ്യാൻ പറ്റുമെന്നൊന്നും എനിക്കറിയില്ലാത്ത കാലഘട്ടങ്ങളായിരുന്നു. എങ്കിലും ഞാനത് ത്രൂട്ടൊന്നും ചിത്രീകരിക്കാനൊന്നും പറ്റില്ല. വൈഫ് എടുത്ത ഫോട്ടോസും കാര്യങ്ങളും വീഡിയോസും ഒക്കെ. അപ്പോൾ പറ്റാവുന്നതൊക്കെ ഞാൻ കുറച്ച് ഞാൻ പറയും, നരേഷൻ ഉണ്ടാവും, കുറച്ചിങ്ങനെ കാണിക്കാനൊക്കെ എനിക്ക് അറിയാൻ പാടുള്ളൂ. അന്നൊക്കെ അങ്ങനെ എനിക്ക് പറ്റിയിരുന്നുള്ളൂ. ഇപ്പോഴാണൊന്നും അത് കറക്റ്റ് ചെയ്ത് പോകാനുള്ള വീഡിയോസും കാര്യം എങ്ങനെ ചെയ്യണമെന്നൊക്കെ ഞാനത് മനസ്സിലാക്കിയിട്ടുള്ളൂ. അപ്പൊ ഞാൻ ആദ്യം കുറച്ച് കാര്യങ്ങൾ പറയാം. ഞാൻ 2022 വെന്റിലേറ്റർ ആയത്. അപ്പൊ അതിന്റെ ഒരു ചെറിയൊരു വീഡിയോ ഉണ്ട്. ഞാനിങ്ങനെ വെന്റിലേറ്ററിൽ നിന്ന് തന്നെ റൂമിലേക്ക് പോകുന്നത്. ഇതെൻ്റെ അവസാനത്തെ ഹോസ്പിറ്റൽ വാസമാണ്. അത് വെന്റിലേറ്ററിലും ആയിപ്പോയി. സ്റ്റെൻഡ് എടുക്കാനായിട്ടുള്ള ബുദ്ധിമുട്ടുകൊണ്ട് വെന്റിലേറ്ററിലായിപ്പോയതുകൊണ്ടാണ്. പിന്നെ എല്ലാവരുടെയും പ്രാർത്ഥന, ഡോക്ടർമാരെല്ലാം നന്നായിട്ട് എന്നെ കെയർ ചെയ്തുകൊണ്ടും ഞാൻ വലിയ പരിക്കുകളില്ലാതെ വീണ്ടും ജീവിതത്തിലേക്ക് ഞാൻ തിരിച്ചു വന്നതാണ്. അതിനുശേഷമാണ് ഞാൻ യാത്രയ്ക്ക് ഒരുങ്ങുന്നത്. 2022 ജൂലൈയിലായിരുന്നു ഞാൻ ഹോസ്പിറ്റലൈസ്ഡ് ആയത്. ഞാൻ ഒക്ടോബർ 4-ാം തീയതിയാണ് ഞാൻ കാനഡക്ക് പോണത്. അപ്പോൾ ഈ പീരീഡിനുള്ളിൽ ഞാൻ ഒരുപാട് സ്ട്രെയിൻ ചെയ്തു. എനിക്ക് യാത്ര ചെയ്യാനുള്ള ബുദ്ധിമുട്ടുണ്ടെന്ന് അറിയാം. കാരണം എൻ്റെ കുടലിൽ വെള്ളം കയറി ക്ലീൻ ചെയ്താൽ മാത്രമേ എനിക്ക് യാത്ര ചെയ്യാൻ പറ്റുള്ളൂ. കണ്ടിന്യൂസ് ആയിട്ട് ഏകദേശം ഒരു 19.5 മണിക്കൂർ യാത്ര ചെയ്യണം. അത് 2-3 ലേ ഓവറൊക്കെ ആയിട്ടാണ് ഞാൻ ഈ പ്രാവശ്യം ടിക്കറ്റ് ഒക്കെ എടുത്ത് പോകും. ജീവിതത്തിൽ ആദ്യമായിട്ട് ഇത്രയും ലോങ് ജേണി. ഫ്ലൈറ്റിൽ ഗൾഫിൽ ജോലി ഉണ്ടായിരുന്ന സമയത്ത് എല്ലാം വർഷങ്ങളായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ ഇതുപോലെ ഒരു ക്യാൻസർ ബാധിച്ചതിന് ശേഷം എനിക്കിങ്ങനെ ലോങ് ജേണി ഒന്നും ഒരിക്കലും ചെയ്യേണ്ടി വരില്ല എന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷെ ചെയ്യേണ്ട ഒരു അവസരം ഉണ്ടായി. കാരണം അവള് ആ സമയത്ത് പ്രഗ്നന്റ് ആയിരുന്നു. അപ്പൊ അവളുടെ ഡെലിവറി കൂടെ കാണാനായിട്ട് ഒരു ഭാഗ്യം എനിക്ക് ഉണ്ടാവും എന്നുള്ളൊരു വലിയൊരു ആഹ്ലാദത്തിലായിരുന്നു. അപ്പൊ അതുകൊണ്ട് അതും കാണാം. അപ്പോൾ യാത്ര ചെയ്യണമെന്നുണ്ടെങ്കിൽ എനിക്ക് ഇതേപോലെ എൻ്റെ വയറ് ക്ലീൻ ചെയ്തിട്ട് വേണം പോകാൻ. അപ്പൊ അതൊരു വലിയൊരു ഇഷ്യൂ ആണ്. അത് ഇങ്ങനെ രോഗം ബാധിച്ചു കുടലൊക്കെ പുറത്തു വെച്ച ആൾക്കാർക്ക് ആ കാര്യങ്ങൾ മനസ്സിലാവും. അല്ലാതെ പറയുന്നവർക്കൊന്നും പെട്ടെന്നൊന്നും മനസ്സിലാവില്ല. അപ്പൊ അതൊക്കെ ഞാൻ ഇവിടെ പ്രാക്ടീസ് ചെയ്ത് ഒരുപാട് ധാരാളം വെള്ളങ്ങളായിട്ട് ക്ലീൻ ചെയ്തിട്ടൊക്കെയാണ് ഞാൻ എൻ്റെ ആദ്യത്തെ യാത്ര ഞാൻ തുടങ്ങുന്നത്. ഒക്ടോബർ 4-ാം തീയതി. ആ സമയം അമ്മച്ചിയെ ആദ്യം തന്നെ സെപ്റ്റംബർ 29-ാം തീയതി അമ്മച്ചിയെ ഇവിടെ നിന്ന് വീൽ ചെയറിലാണ് കയറ്റി വിട്ടു. അമ്മച്ചിനെ ഒരു വീൽ ചെയറെല്ലാം ഇവിടെ നിന്ന് എയർപോർട്ടിൽ നിന്ന് അവിടെ എല്ലാം അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ കയറ്റി അമ്മച്ചിയെ വിട്ടു. ഒക്ടോബർ 4-ാം തീയതി ഞാനും വൈഫും, എനിക്ക് 2-3 ഡിപ്പാർട്ട്മെന്റിൽ നിന്നും പെർമിഷൻ കിട്ടിയിട്ടാണ് എനിക്ക് യാത്രക്കുള്ള അനുമതി കിട്ടിയതിന് ശേഷമാണ് ഞാൻ യാത്ര ചെയ്യുന്നത്. അപ്പോൾ ഞാൻ 4-ാം തീയതി ഇവിടെ യാത്രയായി. അപ്പോൾ ഇതൊന്നും ഓർഡറിൽ ഒന്നും വീഡിയോസ് ഒന്നും എടുത്തിട്ടില്ല. അപ്പോൾ ഉള്ള കാര്യങ്ങളൊക്കെ കുറച്ച് ഇടക്കിടക്ക് ഞാൻ കാണിക്കാം. എനിക്ക് അത്രേ പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ നിങ്ങൾ സദയം ക്ഷമിക്കുക. ഭാവിയിൽ ഇതെല്ലാം ഓർഡറിലായി വന്നിട്ടുണ്ട്. ഇപ്പോഴുള്ള സമയങ്ങളിൽ 2025 ആയി. അതൊന്നും അങ്ങനത്തെ ഒരു ചിന്തകൾ പോലും മനസ്സിലില്ല. അപ്പോൾ അങ്ങനെയാണ് ഞാൻ പോകാനുള്ള തയ്യാറെടുപ്പായി എടുത്തു. ഞങ്ങൾ ഫ്ലൈറ്റിന് പോയി. നെടുമ്പാശ്ശേരിയിൽ നിന്ന് മരുമോന്റെ ദുബായിലെ ഫ്ലാറ്റിലായിരുന്നു ഡേ ടൈം താമസിച്ചത്. ഇവിടുന്ന് വെളുപ്പിന് 4 മണിക്ക് ഫ്ലൈറ്റ് ആയിരുന്നു. 4 മണിക്കായിരുന്നു തോന്നുന്നത്. 4-ാം തീയതി 4 മണിക്ക്. അങ്ങനെ അവിടെ കാലത്ത് അവിടെ ദുബായിൽ ഇറങ്ങി. ദുബായിൽ ഡേ ടൈം ദുബായിയൊക്കെ ഒന്ന് വിസിറ്റ് ചെയ്ത് ഒന്ന് ഓടിച്ചിട്ടൊന്ന് കണ്ടു. അതിനുശേഷം രാത്രിത്തെ ഫ്ലൈറ്റിനായിരുന്നു. അവിടെ നിന്ന് നേരെ ഫ്രാൻസ് ആയിരുന്നു. CDGയിൽ ആണ് ഫ്ലൈറ്റിൽ. അവിടെയാണ് ഞങ്ങൾ ഇറങ്ങിയത്. പിന്നെ അവിടെ ഇറങ്ങിയതിന് ശേഷം അവിടെ നിന്ന് മെട്രോയിൽ അടുത്ത ടെർമിനലിലേക്ക് പോയി. അത് മെട്രോയിൽ തന്നെ പോകുന്നത്. അതൊക്കെ ചെറുതായിട്ട് ഞാൻ വീഡിയോസ് ഒക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് ഞാൻ ഇപ്പോൾ കാണിക്കാം.
പാരീസിലെ ഞങ്ങൾ ഇറങ്ങിയ ടെർമിനലിൽ നിന്ന് ഏകദേശം 1 കിലോമീറ്ററോളം ദൂരമുണ്ട് അടുത്ത ടെർമിനലിലേക്ക്. അടുത്ത ടെർമിനലിൽ നിന്ന് യാത്ര ചെയ്താലാണ് നമുക്ക് കാനഡയിലേക്ക് പുറപ്പെടാൻ പറ്റുള്ളൂ. അതുകൊണ്ട് ഞങ്ങൾ മെട്രോയിൽ യാത്ര ചെയ്യാണ്. പാരീസിലെ എയർപോർട്ടിൽ നിന്ന് പിന്നെ 7 മണിക്കൂർ ലേവറായിരുന്നു, 7 മണിക്കൂർ വെയിറ്റിംഗ് ഉണ്ടായിരുന്നു. 5 അവിടെ നിന്ന് നേരെ പോകുന്നത് ടൊറന്റോ പിയേഴ്സൺ ഇന്റർനാഷണൽ എയർപോർട്ടിലായിരുന്നു. അവിടെ ലാൻഡ് ചെയ്തു. അവിടെ ലാൻഡ് ചെയ്യുമ്പോൾ മകളും മരുമോനും ഒക്കെ ഞങ്ങളെ കാത്തിരിക്കുന്നുണ്ട്. അങ്ങനെ അവരെല്ലാം കൂട്ടി ഞങ്ങളെ അവരുടെ വീട്ടിലേക്ക് കൊണ്ടുപോയി. അപ്പൊ അതിന് ഞങ്ങൾക്ക് മുന്നേ അമ്മച്ചി അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പൊ അമ്മച്ചിക്ക് അറിയില്ല ഞങ്ങൾ വരുന്നുണ്ട്. അമ്മച്ചിക്ക് അറിയില്ല. ഞങ്ങള് അങ്ങനെ ഇമ്മീഡിയറ്റ് ആയിട്ട് ഇങ്ങനെ ചാൻസസ് കിട്ടിയത് കൊണ്ടിട്ട് അങ്ങനെ പോയതുമാണ്. ഡോക്ടേഴ്സ് അനുവദിച്ചില്ലെങ്കിൽ എത്താനും പറ്റില്ല, പോകാനും പറ്റില്ല. അങ്ങനെ സർപ്രൈസ് ആയിട്ട് ഞങ്ങൾ അവിടെ എത്തിച്ചേർന്നു. അപ്പോ ഈ കാണുന്നതാണ് അവിടെ മകളും മരുമോനും ഒക്കെ താമസിക്കുന്ന വീട്. ഇതാണ് ഷാരോണും ആൽഫിനും താമസിക്കുന്ന, അവർ റെന്റിന് താമസിക്കുന്ന വീട്. റെന്റിന് അത് ഫുൾ വീട് ലീസിനെടുത്താണ്. ഇതൊരു ഇൻസൈഡിൽ 3 നിലകളുണ്ട്. ഗ്രൗണ്ടിലേക്ക് വേറെ ഒരു ബേസ്മെൻറ്റും ഉണ്ട്. മൊത്തം അതൊരു ഏകദേശം ഒരു 4 നിലയായിട്ട് വരും. ഉള്ളിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ കയറി ചെല്ലുന്നത് ഫസ്റ്റ് ഫ്ലോർ, പിന്നെ സെക്കൻഡ് ഫ്ലോർ, പിന്നെ തേർഡ് ഫ്ലോർ, പിന്നെ താഴെ ബേസ്മെൻ്റ് ഉണ്ട്. ഇതൊരു മെയിനായിട്ട് ഹൈവേയുടെ അടുത്താണ് താമസിക്കുന്നത്. ആ വണ്ടികളെല്ലാം പോണത് ഹൈവേ 7 ആണ്. അതായത് 3ാമത്തെ വീട് കഴിഞ്ഞാൽ ഹൈവേ ആണ്. പിന്നെ ഇവരുടെ ഫ്രണ്ടിലും വലിയ റോഡാണ്, ഏകദേശം ഒരു 6 വരിയുള്ള ഒരു വലിയ വഴിയാണ്. അതായത് നമുക്ക് എങ്ങോട്ട് പോകാനും എളുപ്പമാണ്. ഹൈവേ 7ൽ നിന്ന് നമ്മൾ 407 അങ്ങനെ 401 അങ്ങനെ പല സ്ഥലങ്ങളിലേക്കും നമുക്ക് പോവാം. ലോങ് ജേണിക്ക് പോകാനായിട്ട് എളുപ്പമുള്ള സ്ഥലങ്ങളാണ്. അതുകൊണ്ട് ഇവിടുന്ന് എവിടെ വേണമെങ്കിലും പോകാം. ഞങ്ങൾ ചെന്നെത്തിയത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഫോളിൻ്റെ ടൈം ആയതുകൊണ്ടാണ് ഇത്രയും ഭംഗിയായിട്ട് കാണാൻ പറ്റുന്നത്. ഇല്ലെങ്കിലും മഞ്ഞ് പെയ്ത് നമുക്ക് പുറത്തേക്ക് ഇറങ്ങാൻ പറ്റാത്ത ഒരു കണ്ടീഷനാണ്. പക്ഷേ രാജ്യത്ത് നമുക്ക് നമ്മൾ ആദ്യമായിട്ട് ചെല്ലുമ്പോൾ വലിയൊരു സന്തോഷമൊക്കെ ആയിരുന്നു, കാണാനായിട്ട് ഭംഗിയായിട്ട് തോന്നിയിരുന്നു. എല്ലാ വീടുകളും ഏകദേശം ലുക്കിൽ ഒരേപോലെയാണ്, റെഡിഷ് കളറുള്ള ബ്രിക്സ് ഒക്കെ കൊണ്ട് പണിത്. അവിടെ അങ്ങനെ പണിയാൻ പാടില്ല. ഫ്രണ്ട് സൈഡൊന്നും നമുക്ക് മതിലുകളില്ല. ബാക്ക് യാർഡ് എന്ന് പറഞ്ഞ ഏരിയയിൽ മാത്രം വുഡ് കൊണ്ട് ഇങ്ങനെ ഭംഗിയായിട്ട് ഇങ്ങനെ കവർ ചെയ്തിട്ടുണ്ട് ആൾക്കാർ. ഏതായാലും ഇത് അടിപൊളിയാണ്. കാരണം അങ്ങനെയാണ് അവിടുത്തെ ലൈഫ് സിസ്റ്റം. അങ്ങനെ ആയതുകൊണ്ടും നല്ല ഭംഗിയുള്ള റോഡുകളും പരിസരവും നല്ല വൃത്തിയും ഒക്കെ കണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒന്നാണിത്. എൻ്റെ പുറമേ നിന്നുള്ള വ്യൂസാണ് അത്. ആ സമയത്ത് വൈഫാണ് ഇതൊക്കെ എടുത്തത്. അപ്പോൾ ഞങ്ങൾ ചെല്ലുമ്പോൾ ആക്ച്വലി ഒക്ടോബർ ആയിട്ടുള്ളൂ, അതായത് ഫാൾ സീസണാണ്. ഞങ്ങൾക്ക് 1-2 ആഴ്ച കഷ്ടി കിട്ടുള്ളൂ. വീണ്ടും മഞ്ഞ് വീണ് തുടങ്ങി. അങ്ങനെ മഞ്ഞ് വീണ് കഴിഞ്ഞാൽ പിന്നെ അവിടുത്തെ ലൈഫ് പ്രത്യേകത. ആദ്യം പുറത്തോട്ടൊന്നും നമുക്ക് ഇറങ്ങാൻ പറ്റില്ല. അപ്പൊ അങ്ങനത്തെയാണ് അവസ്ഥ. അപ്പോ ഇത്രയും പറഞ്ഞ് ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. ബാക്കിയുള്ള കാര്യങ്ങൾക്ക് അടുത്ത വീഡിയോയിൽ പറയാം. എല്ലാം കുറേശ്ശെയായിട്ട് പിക്ചറൈസ് ചെയ്ത് നിങ്ങളെ കാണിക്കാം. പിന്നെ ഞാൻ അവിടെ നമ്മുടെ പ്രശസ്തമായിട്ടുള്ള നയാഗ്രയെല്ലാം കാണാൻ പറ്റി, വേൾപൂൾ കാണാൻ പറ്റി. ഇനി തുറന്നു വരുന്ന വീഡിയോസിലൊക്കെ കാണിക്കാൻ പറ്റാവുന്ന പോലെ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ബൈ.